അനുഗ്രഹങ്ങളുടെ വറ്റാത്തുറവയായ തമ്പുരാനിൽ നിന്നും അളവറ്റ സ്നേഹവും പരിലാളനങ്ങളും ഏറ്റുവാങ്ങി ഇന്ന് സുവർണ ജൂബിലി നിറവിൽ കൃതജ്ഞതാ നിർഭരരായി തിരുമുൻപിലായിരിക്കുന്ന നമ്മുടെ സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ് ജോഡിസ്, റെജി, റൂബി, നോബർട്ട്, റോസ്, ജോൺസി, ക്രിസ്റ്റീന, ടാസി, ലിറ്റിൽ ഫ്ലവർ, സിസി, ദീപ്തി, ജോസീന ഇപ്പോൾ ഇവിടെ സന്നിഹിതരല്ലെങ്കിലും തങ്ങളുടെ രോഗാവസ്ഥയിലും ഈ തിരുക്കർമ്മങ്ങളിൽ ആത്മീയമായി പങ്കുചേരുന്ന സിസ്റ്റേഴ്സ് സുധ, ജോവാന, ജെറി ഇവരും ദൈവപിതാവിൽ നിന്നും ദാനമായി സ്വീകരിച്ച തങ്ങളുടെ സമർപ്പിത ജീവിതത്തിൻ്റെ സുവർണ ജൂബിലി നിറവിൽ തമ്പുരാന് നന്ദി പറയുവാൻ ഏറ്റവും സന്തോഷത്തോടെ കൃതജ്ഞതാ ബലി അർപ്പിക്കുവാൻ ദൈവാലയത്തിലേക്ക് ഇതാ കടന്നു വരുന്നു. ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിൽ, വ്യതിരിക്തത നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ എല്ലാം ആത്മനാഥനോട് ചേർന്ന് നിന്ന് ജീവിതം മുഴുവൻ വിശുദ്ധിയുടെ നിറക്കൂട്ടായി തമ്പുരാന്റെ മുൻപിൽ അടിയറവ് വച്ച് വിളിച്ച നാഥന്റെ പിന്നാലെ 50 വർഷങ്ങൾ ധീരതയോടെ നടന്നു നീങ്ങിയ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് ഞങ്ങളുടെ സുവർണ ജൂബിലി മംഗളങ്ങൾ, പ്രാർത്ഥനാശംസകൾ. MST ആകുന്ന ആരാമത്തിലേക്ക് പറിച്ചു നടപ്പെട്ട തങ്ങളുടെ ജീവിതമാകുന്ന ചെടി വിടർന്ന് വികസിച്ച് കഴിഞ്ഞ 50 വർഷക്കാലം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെതുമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നല്ലവനായ ദൈവം ഇവർക്ക് കൃപ നൽകി. ഈ സമയം ജൂബിലേറിയൻസ് തങ്ങളുടെ ജീവിത സമർപ്പണത്തിൻ്റെ പ്രതീകമായ പുഷ്പമഞ്ജരിയുമായി ദൈവാലയത്തിലേക്ക് കടന്നുവന്ന് തങ്ങളെ തന്നെ സമ്പൂർണമായി നാഥന് സമർപ്പിക്കുന്നു. പുഷ്പദാനം അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഐക്യത്തിൻ്റെ അടയാളവും ഉപവിയുടെ ഉടമ്പടിയുമായ വിശുദ്ധ ബലിയിലൂടെയാണല്ലോ സന്യാസ ജീവിതം പരിപോഷിപ്പിക്കപ്പെടുന്നത്. കൃതജ്ഞതയോടെ ഈ ബലി നാം അർപ്പിക്കുമ്പോൾ ജൂബിലി ആഘോഷിക്കുന്ന ഈ 15 സഹോദരിമാരെയും ഇവരുടെ മാതാപിതാക്കൾ, സഭാധികാരികൾ, ആത്മീയ ഗുരുഭൂതർ, ഉപകാരികൾ, സഹോദരങ്ങൾ എന്നിവരെയും ഈ ദിവ്യബലിയിൽ അനുസ്മരിച്ച് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. മനുഷ്യനു വേണ്ടി ദൈവം ജീവനേകിയ ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ബലി അതേ തീവ്രതയോടെ ഈ ബലിവേദിയിൽ വീണ്ടും പുനരവതരിക്കപ്പെടുമ്പോൾ ഇന്ന് നമുക്കായി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന കോതമംഗലം കത്തീഡ്രൽ വികാരി പെരിയ ബഹുമാനപ്പെട്ട തോമസ് ചെറുപറമ്പിലച്ചനെയും സഹകാർമ്മികർ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ MSJ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപരനു വേണ്ടി സ്വയം ഇല്ലാതായ യേശുനാഥിൻ്റെ ബലിയിൽ നമുക്കും പങ്കുകാരാവാം. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും വളരെ പ്രത്യേകമായി ജൂബിലേറിയൻസ് ഓരോരുത്തരെയും ഈ ബലിവേദിയോട് ചേർത്ത് വെച്ച് ഐക്യത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഈ ബലി നമുക്കൊന്നു ചേർന്ന് ഏറ്റവും ഭക്തിയോടെ നിത്യപിതാവിനർപ്പിക്കാം. തിരുവാ
അവസാനം
പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. വിശ്വസ്തരായ ദൈവ ശുശ്രൂഷകർക്ക് ദൈവം നൽകുവാനിരിക്കുന്ന നിത്യസമ്മാനത്തിന്റെ പ്രതീകമായി കാർമികൻ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന സഹോദരിമാരെ മുടിയണിയിക്കുന്നു. വിശ്വസ്തയോടെ യുദ്ധം ചെയ്യുകയും അന്തിവരെ നിലനിൽക്കുകയും ചെയ്യുന്നവർക്ക് മഹത്വത്തിന്റെ കിരീടം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദൈവമേ, ഭാവി സമ്മാനത്തിന്റെ പ്രതീകമായി ഈ കിരീടത്തെ അങ്ങ് ആശീർവദിക്കണമേ. ഇതണിയുന്ന അങ്ങയുടെ ദാസികളെ നിത്യമഹത്വത്തിന്റെ മകുടം പ്രാപിക്കത്തക്ക വിധം തങ്ങളുടെ ഈ ലോക ജീവിതം പൂർത്തിയാക്കുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. വിശ്വസ്തയോടെ നിങ്ങൾ ചെയ്ത ദൈവസേവനത്തിന് സകല സൽകൃത്യങ്ങൾക്കും സമാനമായി ഈ ലോകജീവിതത്തിന് ശേഷം കൃഷ്ണനാഥൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്വർഗീയ മൗഢ്യത്തിന്റെ സദൃശ്യമായി ഈ മുടി സ്വീകരിച്ചാലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. നിങ്ങളെപ്പോഴും നിൽക്കുന്നതിയും ഹൃദയത്തെയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥ എന്നേക്കും. അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 12, 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവേ, അന്ന് നീ പറയും, കർത്താവേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയും. അങ്ങ് എന്നോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതാ,
ദൈവമാണ് എൻ്റെ രക്ഷ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളുകളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ നാമം വിളിച്ചന്വേഷിക്കുകയും ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുകയും അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുകയും കർത്താവിന് സ്തുതി പാടുകയും അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം ഇത് നീ അറിയട്ടെ. സിയോൻവാസികളെ ആർത്തട്ടഹസിക്കുകയും സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിന്റെ ദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും ബ്രഹ്മാക്കും സ്തുതിയുണ്ടാകട്ടെ. ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും നിങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ തുതിക്കുന്നതിനും നിങ്ങളുടെ കാലത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരനെ, വിശുദ്ധ പൗലോസ്ലിഹ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 1:3-13 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം സ്തുതിക്കപ്പെട്ടവനാവട്ടെ. തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധനും നിഷ്കളങ്കനുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തന്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മെ ചൊരിഞ്ഞ് തന്റെ കൃപയുടെ മഹത്വത്തിനും സ്വഭിക്ഷയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമർത്ഥിക്കത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മെ സമർത്ഥമായി ചൊരിഞ്ഞിരിക്കുന്നു.
ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തന്റെ ഭക്തിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയത്രേ. തന്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തന്റെ പദ്ധതി അനുസരിച്ച് അവരിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശയർപ്പിച്ച നാം അവന്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. രക്ഷയുടെ സത്വാർത്ഥിയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ മുദ്രിതമാക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പിതാവായ മിശിഹായുടെ സ്തുതി. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളിയെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 ധനികന്മാർക്ക് സദൃശരും. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കുകളെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകമതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ ധനികന്മാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. ആ ധനികന്മാരെല്ലാം ഉണർന്ന് വിളക്കുകൾ ധരിച്ചു. വിവേകശൂന്യകൾ വിവേകമതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകമതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്ക് മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവരോടൊത്ത് വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു ധനികന്മാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിഫലിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗ്രതരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ബൈബിളിൽ ആദ്യത്തെ ബൈബിളിൽ ഒന്നാണ് എഡ്വേർഡ് ലെത്തോളി എന്ന് പറയുന്ന ഒരു എസ്റ്റേ വലിയ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഈ മതപരമായിട്ടുള്ള നടത്തിക്കുന്ന അവസാനം പുസ്തകത്തിന് ടൈറ്റിൽസ് ചെയ്യാനായിട്ട് ലാസ്റ്റ് കൂടിയാണ്. എന്താണ് ഇതിൻ്റെ ഒരു പുസ്തകത്തിലെല്ലാം പേരോട് പോകുന്നത്. അപ്പോൾ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് മതപരമായിട്ട് സംസാരിക്കാനായിട്ട് അദ്ദേഹം മതപരമായിട്ട് സംസാരിച്ചു. ഒരു കാര്യം മതദേശം പറഞ്ഞു, ഞങ്ങൾ നേഴ്സുമാരല്ല, സാമൂഹിക പ്രവർത്തകരല്ല, ആക്ടിവിസ്റ്റുകളല്ല, പാവപ്പെട്ടവരോട് പക്ഷം ചേരുന്നവരും അനാഥരെയും വിധവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ശുശ്രൂഷിക്കുന്നവരും മറ്റുള്ളവരുടെ ആവശ്യങ്ങളോടൊപ്പം കാണുന്നവരും രോഗികളോടും മറ്റുള്ളവരോടും കരുണ കാണിക്കുന്നവരാണ്. അവസാനം ലാംഗ്വേജാണ് അവസാനം ഞാൻ പറയുന്നു, വി ഡു ഇറ്റ് ഫോർ ജീസസ്. എനിക്ക് അച്ഛൻ ഇഷ്ടപ്പെട്ടു, എവിടെച്ചാൽ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ആ പുസ്തകത്തിന് പേര് കൊടുത്തിരിക്കുന്നത് വി ഡു ഇറ്റ് ഫോർ ജീസസ്. ഫസ്റ്റ് ബൈബിൾ ഓഫീസർ 1998 ഗൂഗിൾ സെർച്ച് ചെയ്ത് എല്ലാവർക്കും കിട്ടുന്നതായിരുന്നു.
ആമുഖമായിട്ട് ഈ കൊച്ചു കാര്യം പറയുമ്പോൾ 50 വർഷം ദൈവത്തിന് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതിൽ ഇവിടെ സന്തോഷമായിട്ട് സൂചിപ്പിച്ചു എല്ലാവരും തിരിച്ചിരിക്കുകയാണ്. അതാണ് നിങ്ങൾക്ക് ഉള്ള പ്രൈഡ്. അപ്പോൾ ആ പ്രൈഡിൽ പങ്കുചേരാനാണ് കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട സന്യാസ സമൂഹം എല്ലാം ഇവിടെ ഈ വേദിയിൽ നിങ്ങളോടൊപ്പമായിരിക്കുക. ഭർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നിങ്ങളെ ഇന്ന് വളരെയേറെ ഊർജ്ജസ്വലരാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ എൻ്റെ അനുഭവം വെച്ച് എംഎസ്കാർക്ക് കൂടുതൽ ആരോഗ്യമുണ്ട്. കാരണം കയറി കയറുകൊണ്ട് പെട്ടെന്നൊന്നും മരിക്കുന്നുണ്ട്. അപ്പം നല്ല ആരോഗ്യത്തെ വായിച്ചവന്മാർ നല്ല സോളിഡായിട്ട് വായിച്ചത്, ഒരു ക്ഷീണമില്ല. നമ്മുടെ സൗന്ദര്യം വളരെ ക്ലിയറാണ്. അപ്പോൾ ഞാൻ നൽകി ദൈവത്തിന് നന്ദി പറയാം. നിങ്ങളെ പണിക്കാരച്ഛനെ ഓർമ്മ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് മാനേജറിച്ചതൊക്കെ ആ ഓൺഗോയിങ് ഫോർമേഷനൊക്കെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ട്രഡീഷണലായിട്ട് നല്ലവരായിട്ട് നിലനിർത്തുന്നത് ഞാൻ വിചാരിക്കും. അതൊരു കോംപ്ലിമെന്റ് പറഞ്ഞു വന്ന ആശയം കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർത്തെടുക്കാനാണ് ഈ കുർബാനയിൽ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്, ഞങ്ങൾ ശ്രമിക്കേണ്ടതായിരിക്കും. ദൈവത്തിന് വേണ്ടി ഒത്തിരി ഇടങ്ങളിൽ പോയിട്ടുണ്ട്. മിഷണറിമാരായിട്ട് പോയിട്ടുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, ചെയ്തവരുണ്ട്, നാട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ആശുപത്രികളിലെ സ്വകാര്യതകളിലും ബഹുലതകളിലും ജീവിച്ച ഒത്തിരി സമയത്ത് നല്ല ഇവിടെയുണ്ട്. 15 പേരുടെ കാര്യം നിങ്ങൾ 12 പേരുടെ ഇപ്പോൾ ആരോഗ്യപ്രശ്നമാണ് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്ക് ദൈവം തന്ന ഒത്തിരിയേറെ കാര്യങ്ങളെ പറ്റി ഓർത്തെടുത്ത് അത് ദൈവത്തിൻ്റെ നിന്ന് സന്തോഷത്തോടെ അയവിറക്കാനുള്ള ദിവസമായിട്ട് ഈ ജൂബിലിയെ ഞാൻ കാണുകയാണ്. സത്യനടല എന്ന് പറയുന്ന ആളാണ് മൈക്രോസോഫ്റ്റ് ഇപ്പോഴത്തെ CEO. മലയാളിയല്ല, ഇന്ത്യക്കാരാണ്. അപ്പോൾ അയാളാണ് അവരോട് വാട്ട് ഈസ് സക്സസ്, എന്താണ് വിജയം, ഒരാളെ വിജയമാണോ പരാജയമാണോ എന്ന് പറയണേ എന്ത് സംഭവിക്കണം. അപ്പോൾ അമ്മ ലേണറാണ്, എഡ്യൂക്കേറ്റഡ്. അമ്മ പറഞ്ഞു, when you look back at your life and the memories make you smile, you are a success. ഒറ്റ നിർവചനം. when you look back at your life, നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തെ പുറകോട്ട് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പുഞ്ചിരിക്കാൻ, സന്തോഷിക്കാൻ, മുഖത്തെ പ്രസന്നത ഉണ്ടാകാനുള്ള ഒരു കാര്യങ്ങളില്ലെങ്കിൽ നമ്മൾ ബുദ്ധി. അപ്പം നിങ്ങൾക്ക് ജീവിതം വിജയിച്ചില്ല. സന്തോഷമാണെങ്കിൽ നിങ്ങളെല്ലാം സന്തോഷിക്കും. അപ്പം നിങ്ങളെല്ലാം നല്ല ചിരിച്ചായിരിക്കും, നല്ല സന്തോഷം ഞാൻ വിചാരിക്കുക. അപ്പോൾ സന്തോഷത്തോടുകൂടി അതുപോലെ നമ്മളെപ്പറ്റി കുറയിരിക്കുന്നവർ ഓർത്തോ നിങ്ങൾക്ക് വായിക്കൊണ്ട് നമ്മളെ അസസ് ചെയ്യുന്ന ഒറ്റ വേണ്ടിയിലാണ്. When they look back at your life, if they feel like smiling, then your life is okay. ഓരോ കൂട്ട സന്യാസിനെ പറ്റി മറ്റു സന്യാസിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ആ സന്തോഷപ്പെടുത്താൻ നിങ്ങളോട് വരുന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും, അത് ആശുപത്രി ആയിക്കോട്ടെ, മിഷൻ പ്രവർത്തനം ആയിക്കോട്ടെ, നമ്മുടെ എല്ലാ അടുക്കളപ്പണി ആയിക്കോട്ടെ, കൈക്കാരികളായിക്കോട്ടെ, എവിടെയാണെങ്കിലും ആ ആയിരിക്കുന്ന ഇടങ്ങളിൽ യു ആർ എ ഹാപ്പി പ്രസൻസ് ഫോർ അതേഴ്സ് എന്ന് നമ്മളെയൊക്കെ ഈ വലിയ അമ്മമാർ ഓർമ്മിപ്പിക്കുകയാണ്. അച്ഛന്മാരോടും വീട്ടുകാരോടും പറഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ ഇതാണ് നമുക്കുള്ള ഒരു ടാലൻറ്റ്. ഇത് എത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല സന്തോഷിപ്പിക്കാനായിട്ട്. നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആകണമെങ്കിൽ ഒത്തിരി സാക്രിഫൈസസ് ഉണ്ട്. ആ സാക്രിഫൈസ് എല്ലാം എടുക്കുമ്പോഴാണ് നമ്മൾ മറ്റൊരു സന്തോഷിപ്പിക്കുന്നത്. ഇപ്പോൾ അവരൊക്കെ ഫേസ്ബുക്കിൽ എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ട്. വലിയമാരെ വീട്ടിൽ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പോയിരുന്ന സഹനമാണ്. ത്യാഗമെടുത്ത ഒരു സന്യാസിനെ പറ്റി സിനിമ പറയുകയാണ്. 2 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് ആ സിനിമ ഡയറക്ടർ എല്ലാവരും കരയാത്ത ജയിലിൽ ഇറങ്ങി ആരിൽ നിന്നാണ് പത്രക്കാർ ആവർത്തിച്ച് പറയുന്നത്. ഒരു സന്യാസിനിയുടെ ത്യാഗോചരമായ സേവനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് മലയാളം മാധ്യമത്തിലൂടെ നമ്മളെല്ലാവരും കണ്ടവരെല്ലാം ബോധ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മിനിസ്ട്രി എക്സലന്റ് ആണെന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ സന്യാസത്തിന്റെ ഒരു വലിയ മകുടമാണ് ആ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. നമ്മളാരും അറിയപ്പെടുന്നവരുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഞാൻ പേര് വെച്ച് 5 പേര് അധികം പബ്ലിസിറ്റി ഉള്ള കാര്യമാണില്ല. വേണമെങ്കിൽ നമ്മുടെ ജ്യോതിസ്വാദനോടൊക്കെ ആയിട്ട് ഒത്തിരി അറിയാം. വായിക്കുന്നവർക്ക് നമ്മുടെ ഇടങ്ങളിൽ എന്തൊക്കെ ശുശ്രൂഷയിൽ കടന്നുപോയത് അൺനോൺ സർവീസ് ടു ദ ലോർഡ്. അൺനോൺ സർവീസ് ടു ദ ലോർഡ് ചെയ്യുന്നതിൽ ഒരു പ്രൈഡ് കാണിക്കാനാണ് അമ്മമാർ നമ്മളെ പ്രചോദിപ്പിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ജൂബിലി അവസരത്തിൽ അവർക്കുള്ള സന്തോഷമെന്ന ഞങ്ങളുടെ ജീവിതം ഒരു പരിമളമായി. യോഹന്നാൻ 11:1 വായിച്ചു വരുമ്പോൾ ഒരു പെണ്ണ് വന്ന കർത്താവ് യേശുവിന്റെ പാദങ്ങളിൽ തൈലം പൂശി പ്രദേശം മുഴുവൻ പരിമളം കൊണ്ട് നിറഞ്ഞെന്ന കഥ പറയും. അതേല്ലാം സംഭവം. അപ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, യൂദാസ് അന്നേരം ചെറിയ ഷോർട്ട് കമന്റ് വെച്ചു, ഇത് 10 ദിനാറിക്ക് വിൽക്കേണ്ട സംഭവമാണ്, വളരെ പ്രത്യക്ഷമാണ്, ഇത് വലിയ പാപ്പുറം കൊടുക്കേണ്ടതായിരുന്നു. അവൻ്റെ ആ പൗരബോധവും സാമൂഹിക നീതി ബോധവും ഒക്കെ ഉണർന്നപ്പോൾ യോഹന്നാന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അവൻ കള്ളനായിരുന്നു, അവൻ പണപ്പെട്ടി അവൻ്റെ കയ്യിലായിരുന്നുകൊണ്ട് അതിൽ വീഴുന്നില്ല എടുത്തിരുന്നുകൊണ്ടാണ് അവൻ്റെ പറയുന്നത്. അപ്പോൾ അവൻ നാട്ടുകാരൻ വേണ്ടല്ല, അവൻ്റെ പണപ്പെട്ടിയിലേക്ക് പണം വീഴുന്നു, അത് കുറഞ്ഞു പോയതാണ് അവൻ്റെ സംഗതി. അപ്പോൾ നമ്മുടെ പണപ്പെട്ടിയിൽ നിന്ന് നമ്മൾ എടുത്തറിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിനായി വേണ്ടി നിങ്ങളുടെ ജീവിതം നമ്മൾ അർപ്പിച്ച് സമർപ്പിച്ചു കൊടുത്ത് 35, 40, 50 വർഷം കർത്താവിന് സ്വന്തമായിട്ട് ജീവിച്ചപ്പോൾ പലയിടങ്ങളിൽ നിങ്ങൾ പരിമളം വരുത്തിയിട്ടുണ്ട്. ആ പരിമളം വരുത്തതിൻ്റെ ആഘോഷമാണ് ഈ ജൂബിലി ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പരിമളം വരുത്താനുള്ള ചലഞ്ച് കുറേ ഏറ്റെടുക്കുകയാണ്, സക്സസ് ഏറ്റെടുക്കുകയാണ്, വീട്ടുകാരെ ഏറ്റെടുക്കുകയാണ്.
നമ്മുടെ കുടുംബത്തിന്റെ ഇടനാഴികളിൽ പരിമളം വരണം. അമ്മമാരോട് ചേർന്ന് നിൽക്കണം, മക്കൾ അപ്പനോടൊക്കെ വിധേയപ്പെട്ട് നിൽക്കണം, ഭാര്യ ഭർത്താവിനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ പരിമളം വരുന്നതിന് കൊച്ചു വെച്ച എക്സാമ്പിളാണ്. പ്രൊവിൻഷ്യലിനോട് സഭാ സമൂഹം ചേർന്ന് നിൽക്കുകയാണ്, മതത്തിനോട് കോൺഗ്രിഗേഷൻ ചേർന്ന് നിൽക്കുകയാണ്, വിധേയത്വത്തോടും. ഇതൊക്കെ നമ്മുടെ ചലഞ്ച് ചെയ്യപ്പെടുന്ന ഇടയ്ക്കുള്ള തലങ്ങളെന്ന കാര്യം നമ്മൾ ചെറുതായിട്ടൊക്കെ ഓർമ്മിച്ചേക്കുക. പരിമളം വരുത്താൻ പറ്റണമെങ്കിൽ വിധേയത്വത്തോടും നിൽക്കാൻ പറ്റണം. യേശുക്രിസ്തു പരിമളം വരുത്തിയത് കുരിശിന്റെ വലിയ പരിമളം എന്ന് പറയുന്ന പിതാവിന്റെ ഇഷ്ടം നിർവഹിക്കാൻ വേണ്ടി അർപ്പിക്കപ്പെട്ട ജീവിതത്തിന്റെ ഔന്നിത്യം. ആ ജീവിതത്തിന്റെ ഔന്നിത്യമാണ് അവനോട്, മറ്റുള്ളവരോട്, സമൂഹത്തോട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തന്നിട്ട് പോകുന്നത് പറയാൻ പറ്റിയത്. സഹനപാതയില്ലാണ്ട് ഒരു സമാധാനം ഇവരുടെ ആർക്കും ഉണ്ടാക്കാനും കൊടുക്കാനും പറ്റിയ ഈശോയുടെ ക്ലാസിക് എക്സാമ്പിൾ. അപ്പോൾ ക്ലാസിക് എക്സാമ്പിളിലൂടെ നമ്മളിന്ന് കടന്നു പോകുമ്പോൾ പരിമളം വരുത്തിയതിന്റെ ദൂരിയാണെന്നുള്ള കാര്യം ഈ അമ്മമാരെല്ലാം ഞാൻ സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. ഒരു ദിവസം എഴുതുന്ന 2:15 അപ്പസ്തലർക്ക് ഓരിപ്പിക്കുന്ന കൊച്ചുവാക്കുണ്ട്, ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളമാണ്. നമ്മുടെ പരിമളം ക്രിസ്തുവിന്റെ പരിമളം, അല്ലെ ആരുടെ പരിമളം നമ്മുടെ ഇല്ല. നമ്മുടെ ദേഹത്തില്ല, പരിസരത്തില്ല, അയവത്ത് പോലും ഇല്ല. ദൈവത്തിന്റെ പരിമളമായിട്ട് ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ജീവിച്ച് കാണിച്ച് 50 വർഷം ഞങ്ങളുടെ പൂർത്തീകരിച്ചു. നിങ്ങൾക്ക് അഭിമാനം, സഭാസമൂഹം നിങ്ങളെ ആദരവോടെ ഓർത്തോട് നന്ദി എന്ന് പറയുക. അപ്പോൾ ഈ ക്രിസ്തുവിന്റെ പരിമളമായിട്ട് നമ്മുടെ നാടുകളിൽ നമ്മൾ എപ്പോഴും ക്രിസ്തുവിന്റെ പരിമളം തെറ്റിക്കാൻ നമ്മൾ പ്രശ്നക്കാരെ, നാട്ടുകാരെ പ്രശ്നക്കാരെ, മാധ്യമക്കാരെ ഏറ്റുപിടി. അച്ഛനാണെങ്കിൽ അമ്മയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. 2 ബാങ്കിങ് കൊള്ളകളെ പിടിക്കുന്ന മലയാളം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കരിമൂലം എടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. കോടികളുടെ ഇടപാടാണെന്ന് പത്രം പറയുന്നത്. അതെന്ന് വായിക്കോട്ടെ. ഞാൻ പറഞ്ഞത് അവർ നിർബന്ധം വരുത്തിയാണ്. പാവപ്പെട്ടവരുടെ പണം ബാങ്കിൽ ഇട്ടിട്ട് അവരറിയാതെ എടുത്ത് മിസ്മാനേജ് ചെയ്ത് അവരുടെ സ്വന്തമാക്കി അക്കൗണ്ടിലേക്ക് പണം കൊണ്ടുപോയെന്നാണ് ഷോർട്ടായിട്ട് പറഞ്ഞ ചരിത്രം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് ആവശ്യപ്പെടുക. അതിരിക്കുന്ന എൻ്റെ അമ്മ എല്ലാവരും ഓർക്കണം, നമ്മുടെ കഴിവ് നമുക്കുള്ളതല്ല. ഇതെല്ലാം പങ്കുവയ്ക്കേണ്ടതാണ്. സന്യാസം പോലെ തന്നെയാണ് ഓരോ കുടുംബജീവിതവും ഓരോ പൗരോഹിത്യ ജീവിതവും ഓരോ ജന്മങ്ങളും. 2 കാര്യമായി പങ്കുവയ്ക്കേണ്ടതുള്ളത്. ഒന്ന് ഒരു കരുതലാണ്. നമുക്കെല്ലാം ഒത്തിരി കാര്യങ്ങൾക്ക് സെറ്റ് പറയാൻ പറ്റും. യെസ് പറയാൻ പറ്റും, നോ പറയാൻ പറ്റും. യെസ് നോയും പറയുന്നത് ഞാനാണ്. എൻ്റെ യെസ് നോയും പല കാര്യങ്ങളും നമ്മൾ തരണം പറയും. ഞാൻ പറയുന്ന ആളെ നോ പറയുകയാണെങ്കിൽ എൻ്റെ പൊസിഷൻ തന്നെ ഞാൻ പറയുന്ന ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. യെസ് പറയാൻ അവർക്ക് ഇഷ്ടമാണ്. എപ്പോഴും നമുക്ക് യെസ് പറയാൻ പറ്റും ഇല്ല. അപ്പോൾ നമ്മൾ കരുതി പറയുമ്പോൾ പ്രൊഫഷനോട് ചോദിക്കുന്ന എല്ലാ കാര്യം പ്രൊഫഷനോട് ചോദിക്കും ഇല്ല, മതത്തിൽ ചോദിക്കില്ല, ചോദിക്കില്ല. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിവേചനാധികാരം അവർക്കുണ്ട്. നമ്മൾ വഹിച്ചു കൊടുക്കുക. എന്തുകൊണ്ട് ഇതിപ്പോൾ അനുവദിച്ചില്ല? എൻ്റെ നന്മയ്ക്കത് നല്ലതല്ല എന്ന് എൻ്റെ അധികാരം തീരുമാനിച്ചിരിക്കുന്നുണ്ട്. അവർ നോ പറയുമ്പോൾ യെസ് ലോർഡ് എന്ന് നമ്മൾ പറയാൻ ചെയ്തിരിക്കുന്നിടത്താണ് ഈ കരുതൽ. അപ്പം ദൈവം എന്നെ കരുതുകയാണ് എൻ്റെ അധികാരിയിലൂടെ എന്ന് സന്യാസിമാൻ ഓർക്കണം, എല്ലാവരും ഓർക്കണം, ഞാൻ ഓർക്കണം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എനിക്കുള്ളത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനുള്ളതാണ്. എൻ്റെ കിട്ടിയിരിക്കുന്ന എൻ്റെ സ്വന്തമാണ് വിചാരിക്കുന്നത്. വാർത്തയ്ക്കാൻ വെച്ചാൽ നമുക്ക് സ്വാർത്ഥതയുണ്ടാവും. വൈദ്യന്മാർ ചെറുതായിട്ട് പറയുന്നത് പങ്കുവയ്ക്കാനുള്ളത്. ഇത് കൊടുക്കാനുള്ളതാണ്. എനിക്ക് രോഗമാണ്, എനിക്ക് വീടുകളാണ്, എനിക്ക് അസുഖങ്ങളാണ്, ഈവൻ ക്യാൻസറാണ് എന്നൊക്കെ പറയാനൊക്കെ പറ്റുമായിരുന്നു. എല്ലാ രോഗങ്ങളോടും ഞാൻ ആദരവോടെ പറയുന്നത് നിങ്ങളുടെ സഹനപാതകളാണ്. ആ സഹനപാതകളിൽ ഒത്തിരി കാര്യം നമുക്ക് ചെയ്യാനുണ്ട്. കുരിശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ 19:25 കുറിച്ച് വായിക്കുന്നുണ്ട്. അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ അമ്മയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയോ, മഗ്ദലേന മറിയോ, മറ്റു സ്ത്രീകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഒറ്റ വാക്കാണ് കുരിശിൻ്റെ ചുവട്. ആലോചിച്ച് ഈശോ പകർന്ന് തരിപ്പണമായിട്ട് കുരിശിൽ കിടന്ന പിതാവെ അങ്ങ് അറിയാണോ ഇതൊക്കെ അനുഭവിക്കുന്നത് പരിദേവനോ പറഞ്ഞ അവസാനം അന്വേഷണം നിർവഹിക്കുക എന്ന് പറഞ്ഞ് കുരിശിൽ തലയാഴ്ച വയ്ക്കുമ്പോൾ കാണാടി ഒരു അമ്മ നിൽക്കണം. ഈ അമ്മയുടെ പൊസിഷനിലാണ് ഇരിക്കുന്ന ഓരോ സന്യാസിനിയും പുരോഹിതരും കുടുംബജീവിതക്കാരും അമ്മയും മകനും മകളും എല്ലാം. വിരിച്ച് നമ്മളതിൻ്റെ ചോദ്യമാണ്. എപ്പോഴാണ് നമുക്കാർക്ക് അറിയാൻ പാടില്ല. ഇവിടെ ഞാൻ ആശ്രയിക്കുന്ന സഹനവാദികൾ നിൽക്കുന്ന അമ്മമാരുടെ ആദ്യം ഓരോരുത്തർക്ക് വരാൻ പറ്റാത്തത് സഹനവാദികൾ കൂടുതൽ നമ്മളെക്കാൾ കരുത്ത് കുറഞ്ഞവരാണെങ്കിലുള്ള ചാൻസെല്ലാം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ സഹനവാദികളുടെ മുമ്പിൽ ഈ മറിയമ്മയുടെ യേശുവിന്റെ അമ്മ മറിയത്തിന്റെ പൊസിഷനാണ് ഞാൻ കൊണ്ട് പറയുന്നത്. അവിടെ ഗർജനമില്ല, അട്ടഹാസമില്ല, കെണിപ്പറയില്ല, ബഹളമില്ല, മാർത്തയൊന്നുമില്ല. അവിടെ നിൽക്കുന്ന പ്രാർത്ഥന. ഇത് നമുക്കൊന്ന് ശീലിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും വിജയറിങ്സ് മാത്രമുള്ള നമുക്കെല്ലാം ഉള്ള കാര്യമാണിത്. എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ തൊടുന്ന ചില സന്ദർഭങ്ങൾ, അത് ക്യാൻസർ വഴി വന്നവർ ചിലരുണ്ട്, പക്ഷാഘാതം വന്നവരുണ്ട്, മാസങ്ങളായിട്ട് രോഗികളായിട്ട് കിടക്കുന്നവരുണ്ട്, മുന്നാട് കിടക്കുന്ന അമ്മമാരുണ്ട്, നമ്മുടേതായ വെച്ച് കൂടി ചതവൊക്കെ പറ്റിയിരിക്കുന്നത്. എല്ലാവർക്കും എന്തെങ്കിലും ഒരു സഹനമാണ്. അത് സഹനത്തെ കൊണ്ട് നമ്മൾ പതറാതിരിക്കാൻ പറഞ്ഞാൽ മാത്രമേ ഈ വാർത്തയിൽ കൂടി വരുമ്പോൾ സഹനം കൂടി വരും. അപ്പോൾ ഈ വാക്കോർക്കണം, എൻ്റെ അമ്മ അല്ലെങ്കിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, എനിക്ക് അമ്മയായിട്ട് പ്രത്യാപിച്ചിരിക്കുന്ന അമ്മ നിന്നതുപോലെ നിൽക്കാൻ എൻ്റെ സന്യാസം എന്നോട് ആവശ്യപ്പെടുന്നു, എൻ്റെ അർത്ഥത്തിൽ എന്നോട് ആവശ്യപ്പെടുന്നത് നമ്മളെ ഓർത്ത് കഴിഞ്ഞാൽ സഹനത്തിലൊരു ലാഭമാണ്. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു സ്വീകാര്യമായ പരിമള വസ്തുവായിട്ട് മാറ്റാൻ എൻ്റെ സഹനത്തെ എനിക്ക് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ വളരെ നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ അതിനുള്ള നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അവസാനം
കുഞ്ഞമ്മാണെല്ലാം പറയാനുള്ളത് ഫിഫ്റ്റിയും വുമൺ ഓഫ് പ്രയർ. അതാണ് ഇനി നമുക്ക് ചെയ്യാവുന്നത്. ഇതിൻ്റെ അത്യാവശ്യമെല്ലാം തീർന്നു. നിങ്ങളെ കൊണ്ടുള്ള മിനിസ്ട്രിയിൽ അവസാനിച്ചു. ഇനി നിങ്ങൾക്ക് ബാഹ്യമായിട്ടോ ശാരീരികമായിട്ടോ കായികമായിട്ടോ അധികം ചെയ്യാമെന്ന് തോന്നിയില്ല ചെയ്തു. അതേസമയം പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് നിങ്ങൾ പിതാവ് ഗോവണിയെ പറ്റിയൊക്കെ പറഞ്ഞത് സ്വർഗം ദർശിച്ച അമ്മമാരായിട്ട് ഇതിനുള്ള ദർശനം നിങ്ങൾക്കൊക്കെ ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. അപ്പം ഞാൻ പുസ്തകം 1:14 വായിക്കുന്ന കൊച്ചു കാര്യമുണ്ട്. ഉദ്ധാരണം കഴിഞ്ഞ് ഈശോയുടെ രണ്ടാമത്തെ പരമ്പരയോട് കാത്തിരിക്കുന്ന അപ്പസ്തോല സമൂഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. വാക്കുമുത്തരേ ഉള്ളൂ. അവൻ്റെ അമ്മയായ മറിയത്തോട് മറ്റ് ശിഷ്യന്മാരോട് മറ്റുള്ളവരോട് സ്ത്രീകളോടും ഒരു പ്രാർത്ഥനയെ മുഴുകിയിരിക്കാനുള്ള ഒരു ദൗത്യം കൂടി നമ്മൾ ഏൽപ്പിക്കുന്നുണ്ടെന്ന് സഭാ സമൂഹത്തോട് പ്രാർത്ഥിക്കണം. ചെറിയ സന്യാസിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഓരോന്നിനും വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ സമൂഹങ്ങളുടെ അമ്മമാരും പ്രാർത്ഥിക്കണം. ഈ ജൂബിലിയുടെ ഒരു പ്രിവിലേജാണ്, ഒപ്പം നിങ്ങളുടെ ഡ്യൂട്ടി കൂടിയാണ്. കൂടുതൽ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വേദന ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. അതിനോടൊപ്പം തന്നെ ആ വേദന ഒരു പ്രാർത്ഥനയാക്കി മത്സരം എന്ന പോലെ നിന്ന് പ്രാർത്ഥനാപം നിൽക്കാനായിട്ട് കൂടുതൽ നമ്മളിലേക്കെല്ലാം യേശുനാമം ജപിക്കാം, ജീസസ് പ്രേയറിലെല്ലാം നമ്മുടേതായ വൈവിധ്യത്തെ കൂടുതൽ വായിക്കാനായിട്ട് ശ്രമിക്കും. അതിനോടെല്ലാം സമയം നമ്മൾ വന്നിരിക്കുകയാണ്. ആരോഗ്യത്തോടുകൂടി അവൻ ഈ പ്രാർത്ഥന ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ ശിഷ്ടകാലം കൂടുതൽ വിശുദ്ധമാക്കാനായിട്ടുള്ള ഒരു വെല്ലുവിളിയിലൂടെ ഞാൻ അമ്മമാരോട് വയ്ക്കുകയാണ്. അവസാനമായിട്ടുള്ള ചർച്ചയെ നമ്മൾ റേക്കി എന്ന് പറഞ്ഞൊരു ചികിത്സാ മോഡൽ അതിനകത്ത് ഒരു 5 പ്രിൻസിപ്പിളുണ്ട്. ഒരു പ്രിൻസിപ്പിൾ മാത്രം പറയുന്നു: ഓൾവേസ് ലീവ് വിത്ത് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നീ പരാതി വളരെ ഒരു പരാതിയും പറയാൻ പാടില്ല. സിൽവർ എണ്ണം മേടിച്ചത് പറഞ്ഞത് ഗോൾഡ് ജോലി എണ്ണായി നമുക്കെല്ലാം തന്നു ദൈവം. നിങ്ങൾ എന്തൊരു പഠിച്ചു, എല്ലാവരും പഠിപ്പിച്ചു, സഭ കിട്ടിയിരിക്കുന്ന ഓരോ കഴിവും അതിനനുസരിച്ച് വെഞ്ഞിക്കാരൻ്റെ കയ്യപ്പുള്ള അമ്മമാരിയിരിക്കുന്നവർ, അവരെ അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാവുന്നവർ, ആ ദർശനവും അവരുടെ വിഷനൊക്കെ സ്വന്തമാക്കിയിട്ടുള്ള വലിയ മഹതികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നന്ദി വേണം. ദൈവത്തിനോട് നന്ദി. ഇത്രയും ആയുസൊക്കെ തന്നു ഗവൺമെൻറ്റിൻ്റെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ പ്രിയപ്പെട്ടവർ സ്വന്തപ്പെട്ടവരൊക്കെ നിങ്ങൾക്ക് ഇന്ന് ഈ ജൂബിലി സമ്മേളനം നിങ്ങളുടെ കൂടെ ഉണ്ട്. പറയട്ടെ, എല്ലാവരും ഒന്നും അറിഞ്ഞുകൂടാ. അതിന് നന്ദി പറയാം. ഈ സഭാ സമൂഹത്തിൽ നമ്മുടെ ഓരോ കാലഘട്ടത്തിലൂടെ നമ്മളെ ഉയർത്തിയവരും വളർത്തിയവരുമായ പ്രൊവിഷൻസിനെ നന്ദിയോടെ ഓർമ്മിക്കാം. നമ്മുടേതായ സഹസന്യാസിന്മാർ വാർഷികാര്യ സ്നേഹത്തോടെ നന്ദിയോടെ ഓർമ്മിക്കാം. എല്ലാവരും ഞാൻ മാത്രമല്ല, ഇതൊരു കൂട്ട ശുശ്രൂഷയാണ്. എല്ലാ സന്യാസികളോടും കൂട്ട ശുശ്രൂഷയാണ്, ഒരു ഗ്രൂപ്പ് മിനിസ്ട്രിയാണ്. ആ ഗ്രൂപ്പ് മിനിസ്ട്രിയിൽ എൻ്റെ പോർഷൻ നമ്മൾ കൊടുത്തതിന് അത്രയും കുറഞ്ഞു. അതെപ്പോൾ ഓർക്കണം. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും പറയും, ഉൾപ്പെടെ എല്ലാവരും കൂടെ പറയും. എല്ലാവരും അവരുടെ റോള് നമുക്കറിയാമല്ലോ. ഇതൊരു റിലേ റേസാണ്. 4 പേർ കൊടുക്കുന്ന 4 പേരോട് മാറിയുന്ന റിലേസ് വസ്തു കിട്ടും, ഒരിക്കലും കിട്ടത്തില്ല. 3 പേര് 2 സ്പീഡോടെ എത്തത്തില്ല. അപ്പോൾ നമ്മുടെ റിലേ റേസിൽ നമ്മുടെ റോളിൽ നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകും. സ്വീകാര്യ പറയുന്നത് നമുക്ക് എപ്പോഴും സ്വീകാര്യമായിട്ടൊന്നുമില്ല. ബട്ട് ഇല്ലാത്ത ലോട്ട് ഇസ് ദ റോൾ ഓഫ് ലൈഫ്. സന്യാസത്തിൻ്റെ ഓഫീസിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്ത്യയില്ല പിതാവ് സ്നേഹിക്കും, ഞാനും സ്നേഹിക്കും. നമ്മുടെ പ്രശ്നമൊക്കെ പോയി കഴിഞ്ഞ ദിവസം പ്രായമായവരുടെ സമയത്ത് ആകാൻ കൊടുത്തില്ല. ധാരാളമേ പഠിപ്പ് സാധിക്കും നിർത്താം. എല്ലാവരും കൂടി നമുക്ക് ഒറ്റവാക്കുന്ന സമയസമൃദ്ധിയായിട്ട് പറഞ്ഞാൽ നിർത്തുവാണ് നമ്മുടെ ജീവിതയാത്രയിൽ. നല്ല ദൈവമേ, സുവർണ്ണ ചൂടികളിലായിരിക്കുന്ന ഞങ്ങളുടെ 15 സഹോദരിമാരെയും അൽത്താരിയിൽ അർപ്പിക്കപ്പെടുന്ന തിരുവസ്തുക്കളോടൊപ്പം അങ്ങേക്ക് കാഴ്ചയേകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ജീവിതങ്ങളിലൂടെ MSK സന്യാസി സമൂഹത്തിനും തിരുസഭയ്ക്കും ഇവരുടെ കുടുംബങ്ങൾക്കും അങ്ങ് ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്ത് ഇവരോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇനിയും അങ്ങേ കരുണാർന്ന സ്നേഹത്താൽ നിറഞ്ഞ് എവിടെയും അനുഗ്രഹമായി തീരുവാൻ കൊടിയേറണമെന്നും ഇവരെയും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഉത്തമമായ സർവദാനങ്ങളും പരിപൂർണമായ സർവകരങ്ങളും അങ്ങയിൽ നാവുന്നു. അങ്ങേ പൗരത്തിൽ വസിച്ചുകൊണ്ട് കഴിഞ്ഞ സംവത്സരങ്ങൾ സന്യാസത്തിന്റെ ഫലങ്ങൾ സമൃദ്ധമായി ആസ്വദിക്കുകയും നിഷ്ഠാപൂർവ്വം അങ്ങയെ സൂക്ഷിക്കുകയും ചെയ്ത ഈ സഹോദരിമാരോടുകൂടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും അങ്ങേക്ക് അർപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങേക്കായി സമർപ്പണം ചെയ്ത എല്ലാവരെയും അങ്ങയുടെ സന്തോഷത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും ആനയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ
അവരുടെ സമർപ്പണം ആർക്കെല്ലാം നവീകരിക്കാം.
സർവ്വശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി പാത്രിയാർക്കീസുമാരും മേജറാർച്ചുബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേ. മിശിഹായുടെ കൃപയാൽ ഈ വഴി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. എന്റെ സഹോദരരെ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസത്തോടും കൂടെ പരിമോഹം ചെയ്യുവാൻ ഞങ്ങളെ സത്യരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ നീക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരനെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാസ ചെയ്യപ്പെടുന്നു.
വിശുദ്ധരായ ഭക്തന്മാരോടും സഭ്യന്മാരോടും ചെയ്യേണ്ടത് നാഥനായ നീക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു.
ഞങ്ങളുടെ സഭയിലാവും മേഖലാമാർഗീയ വർഗീസത്രാപ്പലിത്തായിരിക്കും ഞങ്ങളുടെ കൃതാകൃഷിതാവുമായ ജോലിത്രായൻ പുരോഹിതന്മാർ സംസ്ഥാനമാർ സമർപ്പിതമായ മേൽപ്പിക്കാനെന്നവർക്കും വിശുദ്ധ സഭകളിൽ വേണ്ടി കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തരുടെയും ബഹുമാനത്തിൽ അങ്ങയുടെ സന്നദ്ധയിൽ ദിനമോമർത്തിച്ച നീതിമാന്മാർ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും മാതാക്കൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. രോഗികളും ആളുകളുമായ എല്ലാവർക്കും ഞങ്ങളുടെ നാമത്തിൽ പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാലത്തെ പ്രത്യാശമുണ്ടാക്കിയിരിക്കുന്ന ഈ ജനത്തിലും പ്രത്യേകിച്ച് ആഘോഷിക്കുന്ന സഹോദരിമാർക്കും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും അങ്ങ് മാത്രമാണ് പരിശുദ്ധമായ എല്ലാവർക്കും വേണ്ടിയുള്ള ഭരണവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചതെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. രക്ഷകരമായി വിരാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ധാരണത്തിന്റെയും മകനീയവും വൈവിധ്യവും പരിശുദ്ധവും ജീവനായവും ദൈവികവുമായ രക്ഷയും സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആഗ്രഹപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിരദാസരുടെ കുർബാനയെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും മോത്രയിടുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടന്നുവർത്തിക്കും മാമങ്ങളുടെ മോചനത്തിന് മനുഷ്യരുടെ പ്രത്യാശയ്ക്കും എല്ലാവരോടും ജീവിതത്തിനും കാരണമാകുകയും ഞങ്ങളുടെ വേണ്ടിയാണ് മകനെയും വിസ്മയാപകവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങേ അതുവരെ ഞങ്ങൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ദീർഘമയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ നിരതിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. ഇത് പാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇതിന് സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകളിൽ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുന്ന ഉപദേശിച്ചുകൊണ്ട് നീ ശിശുമാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിങ്ങൾ ലഭിച്ചവരോ വിശ്വാസത്തെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സിദ്ധനായ സർവീശ്വര നല്ലവനായ ദൈവമേ, പ്രമാകുലനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ കേളപേക്ഷിക്കുന്നു. ഞങ്ങൾ ലോഭനത്തിൽ വീഴുവാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈനികരും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേ. വിശ്വാസമാകുന്ന പാറമേ, സഭയെ പണിതുയർത്തുകയും സ്നേഹന്മാരെയും പ്രവാചകന്മാരെയും സത്യപ്രബോധകരായ നൽകാന്മാരെയും സഭയിൽ നൽകുകയും ചെയ്തവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകുകയും എളിയവനായി യേശുവേ നീ വന്നിടുമ്പോൾ എന്നെ നൽകാം പൂർണ്ണമായി എന്നാത്മനാഥ സ്നേഹമേ. യേശുവേ നീ
സുഗന്ധം പരത്തിടാൻ അൾത്താരയിലെ പൂക്കളായി നിൻ സ്നേഹ സുഗന്ധം പരത്തിടാൻ നിന്നെ കാണാൻ യേശുവേ നിന്നെ പുൽകാൻ പ്രാണനേ നിന്നെ കാണാൻ യേശുവേ നിന്നെ പുൽകാൻ പ്രാണനേ നീ വരുമ്പോൾ ശാന്തിയായി നീ വരുമ്പോൾ എന്നിൽ സൗഖ്യമായി എന്നിൽ വാഴാൻ എളിയവനായി യേശുവേ നീ വന്നിടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപാവനത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരം നടക്കുന്നില്ല എന്നോട് ചെയ്യുന്ന യേശുനാഥൻ തന്നെ അനുഗമിക്കുന്നവർക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്ന സനാതന പ്രകാശത്തിൻ്റെ പ്രതീകമായി കത്തിച്ച തിരികൾ നൽകുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ അങ്ങ് ഇവരിൽ പെടുത്തിയ സ്നേഹദീപം മരണം വരെ ജ്വലിച്ച് പ്രകാശിപ്പിക്കുന്നതിനും സ്വർഗത്തിൽ അങ്ങേ മുഖം ദർശിക്കുന്നതിനുള്ള വരം ഇവർക്ക് നൽകുമാറാകണമേ. അസത്തിൽ നിന്നും സത്യത്തിലേക്കും അന്ധകാരത്തിന് പ്രകാശത്തിലേക്കും മണ്ണിൽ നിന്നും അമർത്തതയിലേക്കും ഇവരെ അങ്ങ് നയിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്വർഗീശ്വര എന്നേക്കും. ചേർത്തുവയ്ക്കാം ഹൃദയവും കാഴ്ചയേകാം ജീവനും ചേർത്തുവയ്ക്കാം ഹൃദയവും കാഴ്ചയേകാം ജീവനും നിന്നെ കാണാൻ യേശുവേ നിന്നെ പുൽകാൻ പ്രാണനേ. കർത്താവിന്റെ വിശുദ്ധജീവമാടെ എല്ലാവരും എതിരാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, വാത്സല്യ ബന്ധുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളെ, ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിനെ സ്തുതിക്കുവിൻ. ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും. ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. നന്ദി നിറഞ്ഞ ഹൃദയത്തോടും സന്തോഷ നിർഭരമായ മനസ്സോടും കൂടിയാണ് സമർപ്പിത ജീവിതത്തിൽ 50 വർഷം പിന്നിട്ട ഞങ്ങൾ 12 പേർ ഈ അൾത്താരയ്ക്ക് ചുറ്റും ആയിരിക്കുന്നത്. എന്നെ അനുഗമിക്കുക എന്ന ദിവ്യനാഥൻ്റെ വിളി സ്വീകരിച്ച് MSJ സന്യാസ സമൂഹത്തിലേക്ക് കടന്നു വന്ന് സന്യാസ സഹോദര്യത്തിലും കൂട്ടായ്മയിലും ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത കരുണയും സ്നേഹവും അനുഭവിച്ചറിയുവാനും സ്ഥാപക പിതാവ് ദേവദാസൻ പഞ്ഞിക്കാരനച്ഛനും ആദ്യ മാതാക്കളും പകർന്നു തന്ന രോഗീ ശുശ്രൂഷയിലൂടെയും മറ്റു സഭാ ശുശ്രൂഷയിലൂടെയും യേശുവിനെ അനുധാവനം ചെയ്യുവാനും ഭാഗ്യം ലഭിച്ച ഞങ്ങൾ 12 പേരും ഒന്നുചേർന്ന് കാരുണ്യവാനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച, ഞങ്ങൾക്ക് വേണ്ടി കൃതജ്ഞതാ ബലി അർപ്പിച്ച കോതമംഗലം കത്തീഡ്രൽ വികാരി
പെരിയ ബഹുമാനപ്പെട്ട തോമസ് ചെറുപറമ്പൽ അച്ഛനും ജീവിതവിധിയായ വചന സന്ദേശം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട തോമസ് പോത്തനാമൊഴി അച്ഛനും സഹകാർമികർക്കും ഞങ്ങളുടെ മദർ ജനറൽ മദർ ഫിലോമിയുടെ നാമത്തിലും ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും നാമത്തിലും ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്ത ആദരണീയരായ CST, CMI, OCD, OCAM, OIFM Capuchins, Vincentian എന്നീ സന്യാസ സഭാ വൈദികർക്കും കൂടാതെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ജൂബിലിയുടെ അടുത്ത ഒരുക്കത്തിനായി ജനറിലേറ്റിലേക്ക് കടന്നു വന്നപ്പോൾ ക്ലാസ്സുകളിലൂടെ ധ്യാനത്തിലൂടെ ഞങ്ങളെ ഒരുക്കിയ ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും ഹൃദയം നിറഞ്ഞ നന്ദി. വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്നും വന്ന് ഈ കൃതജ്ഞതാബലിയിൽ പങ്കുചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ സിസ്റ്റേഴ്സിനെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ഞങ്ങളുടെ ബന്ധുക്കൾക്കും സ്നേഹിതർക്കും സഹപാഠികൾക്കും പ്രത്യേകം നന്ദി. അടിയുറച്ച വിശ്വാസ പരിശീലനം നൽകി സമർപ്പിത ജീവിതം സ്വീകരിക്കുവാൻ സഹായകമായ പ്രാർത്ഥനാന്തരീക്ഷവും കണ്ടും കേട്ടും പഠിക്കേണ്ടതായ ജീവിത മൂല്യങ്ങൾ നൽകി ഞങ്ങളെ വളർത്തി വിദ്യതയിൽ വിനയം പ്രാപിച്ച് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥ്യം യാചിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് അറിവ് പകർന്നു തന്ന ഗുരുഭൂതരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. MST സന്യാസ സമൂഹത്തിൻ്റെ ആദ്യകാല ചൈതന്യം ഞങ്ങൾക്ക് പകർന്നു തന്ന സന്യാസ പരിശീലന കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പരിശീലകർ സിസ്റ്റർ ക്ലെമൻസ്, മദർ നോറ, ദിവംഗതയായ മദർ മാക്ലിൻ എന്നിവരെയും കാലാകാലങ്ങളിൽ അധികാര ശുശ്രൂഷയിലൂടെ ഞങ്ങളെ നയിച്ച മദർ ജനറൽമാർ, പ്രൊവിൻഷ്യൽസ്, ഞങ്ങളായിരുന്നതും ഇപ്പോൾ ആയിരിക്കുന്നതുമായ ഭവനങ്ങളിലെ സുപ്പീരിയർമാർ എന്നിവരെയും ഞങ്ങൾ പ്രത്യേകമായി അനുസ്മരിച്ച് നന്ദി പറയുന്നു. ഉപദേശങ്ങൾ, പ്രോത്സാഹനങ്ങൾ, മാതൃകകൾ ഇവയെല്ലാം നൽകി സന്യാസ ചൈതന്യത്തിൽ വളരുവാൻ സഹായിച്ച സമൂഹത്തിലെ മുതിർന്ന സഹോദരിമാരെ ഞങ്ങൾ നന്ദിയോടെ അനുസ്മരിക്കുന്നതോടൊപ്പം മരണം മൂലം വേർപിരിഞ്ഞു പോയ സഹോദരിമാരുടെ ആത്മാക്കൾക്ക് വിശ്രാമം നേരുന്നു. സുവർണ ജൂബിലിയെ എടുത്തെടുക്കുന്നതിനായി ഞങ്ങളെ ജനങ്ങളിലേക്ക് ക്ഷണിച്ച മദർ ഫിലോമിക്കും ഉപകാരപ്രദമായ ക്ലാസുകൾ ഒരുക്കുന്ന സിസ്റ്റർ ആൻസിയായിരിക്കും ഈ ജൂബിലി ആഘോഷത്തിനായി എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയ ജനറൽ ടീം അംഗങ്ങൾ ഓരോരുത്തർക്കും ഈ നാളുകളിൽ പലവിധത്തിൽ ഞങ്ങളെ സഹായിച്ച ജനറലെ കമ്മ്യൂണിറ്റിയിലെ എല്ലാ സഹോദരിമാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ തിരുത്തർമ്മങ്ങളിൽ പങ്കെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകമായി ഈ തിരുക്കർമ്മങ്ങൾ ഒരു സ്വർഗീയ അനുഭവമാക്കി മാറ്റാൻ സഹായിച്ച ഗായക സംഘത്തിനും വളരെ മനോഹരമായ ഒത്താരെ അനുകരിച്ച സഹോദരിമാർക്കും പ്രത്യേകം നന്ദി. ഇന്നത്തെ പുസ്തകം തയ്യാറാക്കിയ കേൾപ്പിക്കാർക്കും എപ്പോഴും ഞങ്ങളെ സഹായിക്കുന്ന സ്ഥാപനങ്ങളിലെ ഡ്രൈവർമാർക്കും ഈ ആരാധനാ സമൂഹത്തെ ഉപയോഗിച്ച മറ്റ് ഡ്രൈവർമാരെയും ഞങ്ങൾ പ്രത്യേകം അനുസ്മരിച്ച് നന്ദി പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ 50 വർഷം ദൈവം ഞങ്ങളോട് കാണിച്ച അചഞ്ചലമായ സ്നേഹവും വിശ്വസ്തതയും ഞങ്ങളിവിടെ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ്. തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നവീകരിക്കപ്പെട്ട വ്യക്തികളായി വിശുദ്ധിയോടെയും വിശ്വസ്തയോടെയും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിൽ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി
എല്ലാ ജുബിലേസിൻ്റെയും നാട്ടിൽ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സുന്ദര സുദിനം ഇന്നിത് സ്വർഗമുണർത്തും ശുഭസുദിനം. ദൈവിക സുന്ദര സുദിനം ഇന്നിത് സ്വർഗമുണർത്തും ശുഭസുദിനം. ഹൃദയതലങ്ങളിൽ ആനന്ദത്തിൻ അലയൊലിയുയരേ നേരാ ജൂബിലി 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 ജൂബിലി. ഒന്നായി പാടി ഒരു മനമോടെ ജൂബിലി മംഗളമേകാം. ഒന്നായി പാടി ഒരു മനമോടെ ജൂബിലി മംഗളമേകാം. ഓർമ്മയിലുയിരിന്നാദമുയർത്തി ആശംസകളായി നേരാം. ഓർമ്മയിലുയിരിന്നാദമുയർത്തി ആശംസകളായി നേരാം. ഒന്നായി പാടി ഒരു മനമോടെ ജൂബിലി മംഗളമേകാം. ഒന്നായി പാടി ഒരു മനമോടെ ജൂബിലി മംഗളമേകാം. ഓർമ്മയിലുയിരിന്നാദമുയർത്തി ആശംസകളായി നേരാം. ഓർമ്മയിലുയിരിന്നാദമുയർത്തി ആശംസകളായി നേരാം. കൃപയുടെ തണലായി പൂത്തുവിരിഞ്ഞിത് നാനാദേശങ്ങളിലായി. കൃപയുടെ തണലായി പൂത്തുവിരിഞ്ഞിത് നാനാദേശങ്ങളിലായി. സാന്ത്വന സാഗര വീചിയിലേറി നന്ദി നിറഞ്ഞാർക്കാം. സാന്ത്വന സാഗര വീചിയിലേറി നന്ദി നിറഞ്ഞാർക്കാം. ഒന്നായി പാടി ഒരു മനമോടെ ജൂബിലി മംഗളമേകാം. ഒന്നായി പാടി ഒരു മനമോടെ ജൂബിലി മംഗളമേകാം. ഓർമ്മയിലുയിരിന്നാദമുയർത്തി ആശംസകൾ. ആഘോഷിക്കുന്ന സഹോദരന്മാരോട് എന്നോടുള്ള സ്നേഹവും സംസാരിക്കാനായിട്ടും ഈ സമയം ചെയ്യുവാനും ഏറെ സന്തോഷമുണ്ട്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവിടെ ആമുഖത്തിൽ മദർ സിസ്റ്ററോട് സൂചിപ്പിച്ചതുപോലെ കക്കനാട് വാർഡ് സന്തോഷമായിട്ട് ഈ MSC സന്യാസിനി സമൂഹത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൂടുതൽ അടുപ്പമുണ്ട്. അത്
എൻ്റെ കാരണം ഇവിടെയുള്ള ഈ സമൂഹത്തിലെ വിവിധ പ്രൊവിൻസുകളിൽ നിന്ന് 2-3 സിസ്റ്റേഴ്സ് വിളിച്ച് അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വന്നു എന്നതുകൊണ്ടാണ്. ഇവരെ അവിടുത്തെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കാനായിട്ട് ഞാൻ ആദ്യം നമ്മുടെ പിയാണ് സുപ്പീരിയർ ജനറൽ. അപ്പം ഞാൻ ഒന്ന് ഫോൺ വിളിച്ച് അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞപ്പോൾ അമ്മ വളരെ വിനയിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം കാണാറുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരാം കാണാറുണ്ട്. കാരണം ഇത് എന്താണ് ആവശ്യമുള്ളത് അമ്മയ്ക്ക് മനസ്സിലായത്. അപ്പോൾ ഞാനിവിടെ വന്ന് അമ്മയോടത് അഭ്യർത്ഥിച്ചു. അതിന് മുമ്പ് ഇവരെ സന്ദർശിക്കാനായിട്ട് വരുന്നു എന്ന് ഞാൻ രൂപതാ കേന്ദ്രത്തിൽ സഭ്യയുടെ പിതാവിനോട് പറഞ്ഞു, ലക്ഷ്യവും പറഞ്ഞു. പിതാവ് പറഞ്ഞ ഒരു വാക്ക് ഞാൻ എപ്പോഴും വോട്ട് ചെയ്യാറുള്ളതാണ്, അവരെ തീർച്ചയായും ക്ഷണിക്കാം, അവർ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള സിസ്റ്റേഴ്സാണ്. അപ്പോൾ ആ ഒരു വാക്കിൽ ഉറച്ച് ഇവിടുത്തെ സഹോദരിമാരോട് ശുശ്രൂഷ ചെയ്തു. അവരോടുള്ള ഒരു അടുപ്പം, അവിടെ ശുശ്രൂഷ ചെയ്ത എല്ലാ സന്യാസിനി സമൂഹത്തോടും ഞാൻ കൂടുതൽ അടുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ST പ്രൊഫഷണൽസിൻ്റെ കയറി അവരുടെ നന്ദി പറഞ്ഞിരുന്നു. ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നവരുടെയാണെങ്കിലും ഇതിന് മുമ്പ് ശുശ്രൂഷ ചെയ്തിരുന്നവരുടെയാണെങ്കിലും ഒക്കെ പ്രൊഫഷണൽസിലും ജനറേറ്റീവിലും ഹൗസുകളിലും അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരുടെ അവരിപ്പോഴും ശുശ്രൂഷ ചെയ്യുന്നതിനെയൊക്കെ പോയി സന്ദർശിക്കുന്നത് നിങ്ങളോടുള്ള ആ ഒരു നന്ദി പ്രകാശനത്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ എത്തിയിരിക്കുന്നത്. ഈ ജൂബിലി ആഘോഷിക്കുന്നവരെല്ലാം എല്ലാവരും ഇവിടെ അച്ഛന്മാരുടെ ആരംഭത്തിൽ സംസാരിക്കുന്ന അച്ഛന്മാരുടെ സിസ്റ്റേഴ്സ് പൊതുവിൽ എല്ലാവരുടെയും മുഖത്ത് വലിയ സന്തോഷം, അതാണ് പോസിറ്റീവായിട്ട്. ഈ സന്തോഷം മുഖത്തുള്ളപ്പോഴും നമുക്കറിയാം പല പ്രശ്നങ്ങളും നേരിടുന്ന പല പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ അലട്ടുന്നു. ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആണ് നമ്മൾ സന്തോഷിക്കുന്നത് കരുതേണ്ടതായിരുന്നു. ഇതിൻ്റെ എല്ലാം കൂടെ പോകുന്നതാണ് സന്തോഷം. അതേ സന്തോഷം നല്ല സഹനങ്ങളുടെ മധ്യയും നമുക്ക് പുലർത്താൻ കഴിയുന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് കുടുംബീയക്കാരാണെങ്കിലും സന്യാസിക്കാരാണെങ്കിലും വേദികാരാണെങ്കിലും എല്ലാവരുടെയും ഈ ഒരു ക്വാളിറ്റി സദാ സന്തോഷിക്കാനായിട്ടുള്ള ആ ഒരു ഗുണം, അത് ഒരു വലിയ കൃപയാണ്, ജീവിതത്തിൻ്റെ വലിയൊരു കൃപയാണ്. സന്യാസ ജീവിതത്തിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ പങ്കുവയ്ക്കുന്നത്. നിങ്ങളിങ്ങനെ സന്തോഷമുള്ളവരായി കഴിയുന്നു എന്നുള്ളതാണ് കുടുംബാംഗങ്ങളെല്ലാം പിടിച്ചു ചേർന്നതിൻ്റെയും നിങ്ങളുടെ കുടുംബത്തിലെ പുതിയ തലമുറയുള്ള നിങ്ങൾ വലിയ യുവാക്കളൊക്കെ ആണെങ്കിലും അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സന്യാസി സമൂഹത്തിലെ അംഗങ്ങളായിട്ടുള്ളവരാണ്. അപ്പോൾ പരിചയമൊക്കെ കുറച്ച് കുറവാണെങ്കിലും അവരെ കൂടുതൽ അടുത്ത് പരിചയപ്പെടാനായിട്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് നിങ്ങൾക്ക്. ഇത് സന്യാസിയായിട്ടുള്ളവർക്ക് വീടുമായിട്ടുള്ള ബന്ധങ്ങൾ പല സാഹചര്യങ്ങളും കുറവായതുകൊണ്ട് ഇന്ന് ജൂബിലി ആഘോഷങ്ങൾ കുടുംബാംഗങ്ങളെയൊക്കെ വളരെ അടുത്ത് കാണാനായിട്ട് കഴിയും. വളരെ കാര്യമായിട്ടാണ് കുടുംബാംഗങ്ങൾ. നിങ്ങളെ വീട്ടിൽ വിളിച്ചിരുന്ന പേര് കൂട്ടി ആൻറ്റി ചേച്ചിയും എന്നൊക്കെ പറഞ്ഞാണ് കുഞ്ഞുങ്ങളെ വീട്ടുകാർ പഠിപ്പിക്കുന്നത്. അങ്ങനെ നമുക്കൊരു ഗൃഹാന്തരത്തോ വീടുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധമുണ്ട്. ആ പേര് തന്നെ നമ്മുടെ വീടിനോട് നമുക്ക് പഠിപ്പിക്കുന്നു. വീട്ടിൽ നിന്ന് നമ്മൾ അറിയുമ്പോഴും വീടിനോട് നമുക്ക് ആ വിധത്തിലുള്ള ബന്ധമുണ്ട്. കാരണം അവിടെയാണ് നമ്മുടെ റൂട്ട് അറിയുന്നത്. ഒരു ചെറിയ മെസ്സേജ് മാത്രം ബൈബിളിൽ നിന്ന് ഒന്ന് തരാൻ ഞാൻ ആഗ്രഹിച്ച് നിർത്തുകയാണ്. അത് ഈ യാക്കോബിനുണ്ടായ ദർശനത്തെക്കുറിച്ചാണ്. യാക്കോബ് സഹോദരനായ ഏസാവിൽ നഗർന്ന് അമ്മാവനായ ലാബാന്റെ അടുക്കലേക്ക് പോകുന്ന വഴി വെച്ച് ഒരു കല്ല് തലയിണയായി ഉറങ്ങിയ ദർശനം ഉണ്ടാകുന്നുണ്ട്. ഭൂമി ഉറപ്പിക്കപ്പെട്ട ഒരു ഗോവണി ആകാശം തൊട്ട് നിൽക്കുന്നു. മലാഖമാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ദർശനം. ആ സ്ഥലത്തിന് പറയുന്ന പേര് ലൂസ് എന്നാണ്. ലൂസിന്റെ അർത്ഥം, വാക്കിന്റെ അർത്ഥം സെപ്പറേഷൻ എന്നാണ്. അതൊരു പുതിയ പേര് യാക്കോബിന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേര് ബെഥേൽ എന്നാണ്. ബെഥേൽ എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ഗോഡാണ്, ദൈവഭവനം. അതിനുള്ള ഇന്റർപ്രിട്ടേഷനാണ്. അതായത് ലോകത്തിൽ നിന്ന് വേർപെടുമ്പോഴാണ് നമ്മൾ ദൈവഭവനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ലോകത്തോട് വേർപെട്ട് വിട പറഞ്ഞ് ദൈവഭവനത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മുടെ ഈ സന്തോഷത്തിൻ്റെ കാരണം അതാണ്. വർഷങ്ങളായിട്ട് ലോകത്തോട് കുടുംബ ബന്ധങ്ങളോടെല്ലാം വിട പറഞ്ഞ്
ദൈവഭവനത്തിൻ്റെ ആസ്വാദ്യതയിൽ കഴിയുന്ന ആളുകളാണ്. ആ ഒരു സന്തോഷമാണ് നമുക്കുള്ളത്. അതാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ജൂബിലി സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ എവിടെയുള്ള ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നുമല്ല. ഈ സെലിബ്രേഷൻ എവിടെയുള്ള ഈ സഹോദരിമാർ ഇതല്ലെങ്കിൽ വേറൊരു കളർ, ഈ 2-3 കളർ വേഷമില്ലാതെ കഴിഞ്ഞ 50 വർഷമായി ധരിച്ചിട്ടുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട കളറുകളോടെല്ലാം നിറങ്ങളോടെല്ലാം കളറുകളുണ്ട്. അതിന് കമ്മലുകളൊന്നുമില്ല, മൂക്കുത്തിയൊന്നുമില്ല, ലിപ്സ്റ്റിക്കില്ല, വളയില്ല, പാദസ്വരമില്ല, മാലയില്ല, മാല സ്വന്തമായിട്ട്. അങ്ങനെ ഭൗതികമായിട്ടെല്ലാം അനുവദനീയമായതെല്ലാം തിരസ്കരിച്ചിട്ട് ഒരു ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോകാതെയാണ് അതിൻ്റെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു സൗന്ദര്യം നമ്മൾ കീപ്പ് ചെയ്ത് അത് സഭയുടെ സാർവത്രിക സഭയുടെ ഒരു സൗന്ദര്യമായിട്ട് വേണമെങ്കിൽ അതിനകത്ത് വലിയൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങൾ ലോകത്തോട് പ്രഘോഷിക്കുക. അതാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എല്ലാം ഉപേക്ഷിക്കുന്നതിൻ്റെ ഒരു സന്തോഷം നമുക്ക് ഹൃദയത്തിലുണ്ട് എന്ന് നമ്മൾ ഇന്ന് ലോകത്തോട് പ്രഘോഷിക്കുകയാണ്. നിങ്ങളെല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ എല്ലാ ശുശ്രൂഷ മേഖല പ്രത്യേകിച്ചും നിങ്ങളുടെ സന്യാസിനി സമൂഹത്തിൻ്റെ കൈവശം വെച്ചുകൊണ്ട് ഹോസ്പിറ്റൽ മിനിസ്ട്രിയിലാണ് കൂടുതലും വ്യാപിച്ചിട്ടുള്ളത്. അധ്യാപകർ ഉണ്ടാവാം, ആ മിനിസ്ട്രി തന്നെ നേഴ്സുമാരുണ്ടാവാം, ഡോക്ടർമാരുണ്ടാവാം. അങ്ങനെ വൈവിധ്യമാർന്ന ശുശ്രൂഷകളിലൂടെ നിങ്ങൾ ആളുകൾക്ക് വളരെയേറെ നന്മ ചെയ്തിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് സഭയുടെ ദൈവത്തിനെ അനുമോദിക്കുകയാണ്. ദൈവദാസന്മാരോട് ചേർന്ന് അർപ്പിക്കുന്നതായി ബലി അനുഗ്രഹപ്രദമായി തീരട്ടെ. നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ആളുകൾ എത്തിയിട്ടുള്ളത് വരെ ഞാൻ അങ്ങനെ ഓർക്കുകയാണ്. വീട് നമ്മളെ വളരെയേറെ പ്രത്യാശനിർഭരരാക്കുന്ന, സന്തോഷമുള്ളവരാക്കുന്ന ഒരു സ്ഥലമാണ്. മാതാപിതാക്കളെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങളുടെ സാന്നിധ്യം നമ്മുടെ ഓർക്കുന്നുണ്ട്. എല്ലാവർക്കും ജൂബിലിയുടെ നമ്മൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംബന്ധിക്കുന്നു. നമ്മുടെ കാര്യശംശയുടെയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും വിശുദ്ധാത്മാവിൻ്റെ സഹവാസങ്ങളോടുകൂടി ഉണ്ടായിരിക്കണേ.